ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ, ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നല്ലോ, എന്താ വിളിച്ച്? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്ന് വീട്ടിലോട്ട് വരാവോ? എന്താ നീ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എടി, എനിക്ക് റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് അവനോട് പറയാൻ നീ എൻ്റെ കൂടെ വരണം. നീ ഇതെല്ലാം നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ? നിന്റെ തീരുമാനം അതാണെങ്കിൽ നടക്കട്ടെ. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എന്താന്ന് വെച്ചാൽ സംസാരിക്കും. ഞാൻ കാറിൽ വെയിറ്റ്. ഹലോ കുട്ടി, കുറെ നേരം ഇവിടെ നിൽക്കുന്നേ? എന്തെങ്കിലും വെയിറ്റ് ചെയ്യാണോ? എന്താ കുട്ടി ഒന്നും മിണ്ടാത്തെ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചതേ, കുട്ടി സിംഗിൾ ആണോ? നിനക്കൊന്നും വേറെ പണിയില്ലേ? കുറച്ച് സമാധാനം കിട്ടാനായിട്ട് ഇവിടെ വന്ന് നിൽക്കണേ. അപ്പോഴേക്കും വന്നോളൂ ഓരോന്ന്. എനിക്ക് നിങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്ത് കണ്ട കാര്യമില്ല. നിങ്ങളുടെ പാസ്റ്റൊക്കെ മനസ്സിലായി. എനിക്ക് റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇനി എന്നെ അന്വേഷിച്ച് വരരുത്. നല്ല സുഖല്ലടാ ഇവിടെ ഇരുന്ന് അടിക്കാൻ. അല്ല, ഇതൊന്നുമല്ല, താഴെ ഒരു വിഷൻ സ്പോട്ട് ഉണ്ട്, അങ്ങോട്ട് പോകാമ്പാ. എടാ നോക്കടാ, അവിടെ എന്തോ കിടക്കുന്നു. എന്നാ പോടാ, ഇതൊന്നു പോയി നോക്കാമ്പാ. എടാ ശ്വാസം ഇല്ലാന്നാ തോന്നുന്നേ. എടാ ഇത് പണിയാകുന്നാ തോന്നുന്നേ. നീ പോലീസിനെ വിളി. ഹലോ സാറേ, ഞങ്ങൾ വാട്ടർഫോൾസിന്റെ അടുത്ത് ട്രക്കിങ്ങിന് വന്ന കൂടുതൽ ഒരാളാണ് വിളിക്കുന്നത്. ഡെഡ് ബോഡി ഞങ്ങൾ കണ്ടു. രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോ ഒന്നും ഇത് കണ്ടിട്ടില്ല. എന്തായാലും സാറ് നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇവിടം വരെ വരാവോ? ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം. സാറേ, പലപ്പോഴും ഇവിടെ ക്യാമ്പിങ്ങും ട്രക്കിങ്ങും പറഞ്ഞിട്ട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ ഇതിനിടയായിട്ട് ഇവിടെ നല്ലൊരു കുത്തൊഴുക്ക് വന്നായിരുന്നു. ഇതിനിപ്പോ ആക്സിഡന്റ് ആണോ ഇനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന് അറിയില്ല. സാറേ, ഞങ്ങൾക്ക് ഇതായിട്ടൊരു ബന്ധമില്ല. ഞങ്ങൾ ഇതിൽ നിന്ന് ഊരിത്തരണം. പിന്നെ ബോഡി കണ്ട രണ്ടുപേര് നമ്മളെപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിലോട്ട് നിങ്ങൾ വരണം.
ആരെങ്കിലും ബാക്കിയുണ്ടോ അവസാനമായിട്ട് കാണാൻ? കൂടെ അല്ലേ അച്ചോ, ഒരാൾ കൂടി വരാനുണ്ട്. സാറേ, മറ്റേ സാറാ മർഡർ കേസിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി വന്നത്. ആ കേസ് ഏറ്റെടുത്തെങ്കിൽ ജേക്കബ് സാറാണ്. സാറ് പുറത്ത് നിൽപ്പുണ്ട്. സാറേ, ആ കുളിക്കടവിലെ കേസ് എന്തോ ആയിരുന്നു? സാറിന്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? സാറേ, ഈ കേസ് ഇപ്പോൾ ഒരാഴ്ച നിങ്ങൾ എന്ത് തൊലിക്കാനാ സാറേ ഈ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണേ? ഇനി എന്റെ വഴിക്ക് അന്വേഷിക്കും. ഹലോ, പറഞ്ഞോ. റോയിച്ച, ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് മിന്നലിന്റെ അനിയൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അവനെ കസ്റ്റഡിയിൽ എടുക്കാൻ പോവാ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്തു. ആ, അവനോ? അവനായിട്ട് ഞാൻ മുമ്പൊന്നും കോർത്തിട്ടുള്ള ആ കേസ് എന്തായാലും നിങ്ങളെ വിട്ടേക്കും. അതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. എടാ റോയ്, നിന്റെ മറ്റവള് ചത്തെന്നൊക്കെ ഒരു ന്യൂസ് കേട്ടല്ല. നീ അതിന്റെ വാലും തപ്പിയ ഇവിടെ എൻ്റെ അനിയനെ പൊക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ വന്ന വഴി തന്നെ തിരിച്ചു വിട്ടു. ഞാൻ നമ്മുടെ പഴയ ബന്ധം പുതുക്കാൻ വന്നതല്ല. അത് നിനക്കും അറിയാം. നീയായിട്ട് അവനെ വിട്ടു തന്ന അത്രയും നല്ലത്. അല്ലെങ്കിൽ ഞാനായിട്ട് അവനെ എടുത്തുകൊണ്ട് പോകും. ഡേടേ, അണ്ണനെ കിട്ടി മാസറക്കണ്ടത്താ എവിടെ മോനെ? അടാ ഞാൻ വന്നപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അവനെ വിട്ടുതരാൻ. എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാതെ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ചേട്ടനെ അനുസരണ ലേശം കുറവ്. നിനക്കതുണ്ട് വിചാരിക്കണം. എന്നാ പിന്നെ ആളും ബഹളും ആവുമ്പോൾ നമുക്കൊക്കെ പോയാലും. റോയിച്ചായ, എന്നെ കൊല്ലല്ല റോയിച്ചായ. ഞാൻ ആരോട് ഒന്നും പറയില്ല റോയിച്ചായ.
പാട്ട് നിർത്തണം അമ്മയിരെ. നിർത്താൻ ഇറങ്ങണ വണ്ടിന്ന്. നീയായിട്ട് ഇറങ്ങുന്നോ അതോ ഞങ്ങൾ വലിച്ചിറക്കണോ? ഞങ്ങളിപ്പോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ആരാന്നറിയാവൂടാ? ഈ ഇത്ര നാൾ തേടി നടന്ന ആള് തന്നെ. മക്കളെ ചോര പൊടിയാതെ നോക്കണം. വണ്ടി ക്ലബിലേക്ക് ഇറ. ഇവനെയും കാത്ത ഒരാളുണ്ട്. എങ്ങോട്ടാ? വണ്ടി ഇറ ക്ലബിലേക്ക്. റോയ്, നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കണ്ടുകിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാലും നീ അവളെ തീർക്കണ്ടായിരുന്നു. നീ എന്തുദ്ദേശിക്കണേ? ഈ കേസിലെ പ്രതി ഞാനാണ്. എന്റെ കമ്മിക്ക് കൊല്ലേണ്ട ആവശ്യം എനിക്കെന്താ? ചെയ്തത് ആരാന്നോ എന്തിനാന്നോ എനിക്കും അറിയാം, നിനക്കും അറിയാം. പക്ഷെ അത് എൻ്റെ തലയിൽ കൊണ്ടിടാൻ നോക്കിയത് ഒരുമാതിരി തന്തയില്ലായ്മായി പോയി. നിന്റെ കഥയൊക്കെ കൊള്ളാം, പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി. എന്തായാലും ഈ കസിനോടെ ചുറ്റുമ്പോ പീടി വളയും. നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലേ റോയ്? ഒന്നുമില്ലെങ്കിലും നമ്മൾ കളിക്കൂട്ടുകാരായിരുന്നില്ലേ? പേടി കാസിന് ചുറ്റും വളയും. പക്ഷേ അതെനിക്ക് വേണ്ടിയായിരിക്കില്ല. നീ എന്തായി പറഞ്ഞു വരുന്നത്?